വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ കാണിച്ചു തരുന്നത്? അതായത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതായത് നമ്മൾ എല്ലാവരും ഈ പൂച്ചെടികളെയൊക്കെ വളർത്തുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു മഴക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്താണ്? ഒച്ച്. നമ്മുടെ ചെടിയുടെ ചോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ ഈ മഴ ഇങ്ങനെ പെയ്ത് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ കുറേ ഒച്ചിൻ്റെ ശല്യമാണ്. അതിങ്ങനെ കൂട്ടം കൂടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം അത് എൻ്റെ ചെടീനെ നല്ലോണം ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മഴ ഇങ്ങനെ തുടങ്ങുമ്പോഴാണ് ഈ ഒരു സാധനത്തെ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാനിത് പല പരീക്ഷണങ്ങളും നടത്തി. പക്ഷെ അതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിയുമ്പം ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ഞാൻ ഉപയോഗിച്ചതിന് ശേഷം അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം എൻ്റെ ചെടിയിൽ കാണാനില്ല. അപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ചെടികളെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ മഴയൊക്കെ ആയി കഴിയുമ്പം ഇതുപോലെ നമുക്ക് ഇലകൾ, അതായത് ഓരോ ചെടീൻ്റെയും തളിർത്ത് വരുന്ന ഇലകളിലൂടെ വന്നിട്ട് ഈ ഒരു സാധനം അങ്ങ് അരിച്ചെടുത്തിട്ട് ഒരൊറ്റ ഇല പോലും കാണാൻ പറ്റാത്ത രീതിയിലാക്കി തീർക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ നല്ലൊരു റോസ് ചെടിയാണ്. നമ്മുടെ റോസെല്ലാം ഞാനിപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് നല്ല തളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാവേ. അതായത് റോസ് ചെടീനെ നമ്മൾ ഈ മഴക്കാലത്ത് എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നടുന്ന ഓരോ ചെടിയും നമുക്ക് ഇതുപോലെ നന്നായി കിട്ടാനായിട്ട്, ഒച്ചിൻ്റെ ശല്യമൊന്നുമില്ലാതെ ആ ലീഫൊക്കെ കറക്റ്റ് നല്ല ഭംഗിക്ക് കിട്ടാനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവേ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ഡബിൾ ബോൾസം പ്ലാന്റിൻ്റെയൊക്കെ. അതായത് ഏത് ചെടി ആയാലും അതിൻ്റെ പോട്ടിലൊക്കെ നിറച്ച് ഈ ഒരു സാധനം ഉണ്ടാകും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുമ്പോൾ അതുപോലെ നമുക്ക് കാണാനില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ ബോൾസം പ്ലാന്റ്, നമ്മുടെ ഡബിൾ ബോൾസത്തിൻ്റെ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഒരിലയ്ക്ക് പോലും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ വരെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഗ്രോ ബാഗിൻ്റെ ഇങ്ങനെ ഉള്ളിൽ കൂടെ എല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ സൈഡ് ചേർന്ന് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. കണ്ടോ, ഇപ്പം അത് കാണാനേ ഇല്ല. അപ്പം നമ്മുടെ ചെടികൾക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നതെന്നും കൂടെ കാണണ്ടേ. അപ്പം ഈ ഒരു സാധനം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ഇത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്നും എല്ലാവർക്കും ഒന്നും അറിയത്തുണ്ടാവില്ല. പക്ഷേ ഇതുണ്ടല്ലോ, ഇതാണ് ജമ്പ്. ഇതിൻ്റെ പേരാണ് കേട്ടോ ജമ്പെന്ന്. ഇത് നമ്മുടെ വളം വിൽക്കുന്ന ഷോപ്പിൽ കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം ഫസ്റ്റിൽ ഞാനിത് വാങ്ങിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുണ്ടല്ലോ നമുക്ക് വീടിൻ്റെ ഉള്ളിലുള്ള ഉറുമ്പ് ശല്യം, പാറ്റകളുടെ ശല്യം, അതുപോലെ ഇങ്ങനെ നമ്മൾ 2 ദിവസമൊക്കെ കൂടുമ്പോൾ മാറാല ഒതുങ്ങൂലേ, അതിനൊക്കെ അങ്ങനത്തെ എല്ലാ സംഭവങ്ങൾക്കും ഇത് അല്പം നമ്മൾ എവിടെയെങ്കിലും ഒരു കുറച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു, അതായത് ഉറുമ്പാണെങ്കിൽ ഒന്ന് വന്ന് ജസ്റ്റ് അതിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നറിയാം, മറ്റുള്ള ഉറുമ്പുകളിലേക്കൊക്കെ അത് ഓരോന്ന് ഇതിനെ വന്ന് മുട്ടുമ്പോൾ എല്ലാ ഉറുമ്പുകളും നമ്മളെ വീട് വിട്ടു പോകുമെന്നാണ് പറയുന്നത്. അത് സത്യമാണ് കേട്ടോ. നമുക്ക് നിസറൊക്കെ ഉള്ളിടത്ത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒറ്റ നിസറ നമ്മുടെ പറമ്പിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു വൈറസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രാണി, ഇപ്പോൾ പാറ്റ ആയാലും ഒരു പാറ്റ വന്ന് ഈ സാധനത്തിലൊന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ തൊടുന്ന പാറ്റകളെല്ലാം ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം ഇത് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ നമ്മുടെ ഈ ഒച്ചിന് ഞാൻ കളയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്താക്കി, ഈ സാധനം നമ്മുടെ ഒച്ചിനും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും കൂടെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ജമ്പ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണാനുണ്ടല്ലോ ശരിക്കും ഒരു ഈസ്റ്റിൻ്റെ തരി പോലെയാണ് കേട്ടോ ഇതുണ്ടാകുള്ളൂ. അപ്പം ഇതുപോലെ നമ്മൾ ഏകദേശം ഒരു ഗ്രാം, ഒരു കുറച്ച് എടുത്താൽ മതി കേട്ടോ, അധികം ഒന്നും വേണ്ട. ഇതാ ഒരു 1/2 ഗ്രാമേ കാണാൻ സാധ്യതയുള്ളൂ, അത്രയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളൂ. കണ്ടോ, കറക്റ്റ് ഈസ്റ്റിൻ്റെ തരി പോലെയാണ് ഇതുണ്ടാകുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഒരു കുറച്ച് വെള്ളം, 1 ലിറ്റർ വെള്ളം വേണമെന്നൊന്നുമില്ല, ഒരു 1/2 ലിറ്റർ വെള്ളം ആയാലും മതി. പിന്നെ നമ്മുടെ ചെടികൾക്ക് അനുസരിച്ചിട്ട് എത്രയോ ചെടികളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഇത് കുറച്ച് നല്ലോണം വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഇത് നമ്മളൊരു 1/2 ലിറ്റർ വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ചെടികളുടെ, അപ്പോൾ എൻ്റെ സ്പ്രേ ബോട്ടിലിന് എന്തോ ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇതാ സ്പ്രേ ആയിട്ട് വരുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കട്ടെ. അപ്പം ഞാൻ നോക്കിയിട്ട് നമുക്ക് വേറെ സ്പ്രേ ബോട്ടിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനത്തെ ചെറിയൊരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന്
ഇങ്ങനെ ചെറിയ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കണ ഒരു സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ എല്ലാ ചെടീൻ്റെയും പോട്ടിക്കൂടെ കേട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് പോട്ടിക്കൂടെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചെടികൾക്ക് വരുന്ന കീടശല്യങ്ങളുണ്ടല്ലോ അതിനും ബെസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ചെടി കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ പോട്ടുകളുണ്ടോ അതിനൊക്കെ ഏതൊക്കെ പോട്ടിൽ ചെടികളുണ്ടോ എല്ലാത്തിനും ചെടിയിലും ചെടീൻ്റെ ചോട്ടിലും ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതുമാത്രമല്ല പിന്നെ നമുക്ക് ഒച്ചിലൊക്കെ ഉണ്ടല്ലോ ഈ സന്ധ്യാസമയത്ത് ഈ തണുപ്പ് പറ്റിയിട്ടാണ് കൂടുതൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ നിലത്തൂടെയൊക്കെ എവിടെയാണ് ചട്ടി വെച്ചേക്കണത് അതിൻ്റെ നിലത്തൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതുപോലെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മഴക്കാലമായി കഴിയുമ്പോൾ നമ്മുടെ ചെടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഒരു ഒച്ചിൻ്റെ ശല്യം. അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മുടെ ചെടികളെ നമുക്ക് വളർത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആരും ഒച്ചിൻ്റെ ശല്യം ഉണ്ടെന്ന് പറയരുതേ. കൂട്ടുകാരുണ്ടല്ലോ ഇതുപോലെ ഒച്ചി ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളെല്ലാവരും ഉപയോഗിച്ചതിന് ശേഷം ആ ഒരു റിസൾട്ട് എന്തായാലും കമൻസ് ആയിട്ട് അറിയിക്കാനായിട്ട് ആരും മറക്കരുത്. അതുമാത്രമല്ല ഈ ഒരു സംഭവം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ചെടികളിലെ കീടങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒച്ചിനെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ ഒരൊറ്റ പാക്കറ്റ് കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെടികൾക്ക്. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നല്ലൊരു ഉപകാരമുള്ളൊരു വീഡിയോയും കൂടിയാണ്. ഈ കാണുന്നുണ്ടല്ലോ നമ്മുടെ കൈവശമുള്ള ഒരു ചൈന ഡോളാണ്. എന്തൊരു ഭംഗിയെന്നറിയാം കണ്ടോ. ഇതുപോലെയൊക്കെ നല്ല എന്താ പറയുക ഇലകൾക്ക് യാതൊരു ഡാമേജും ഇല്ലാണ്ട് അത്രയും ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ്സുകൾ നിൽക്കുന്നത്. അപ്പം ഇതുപോലെയൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു സാധനം ജസ്റ്റ് ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയൊക്കെ ഇങ്ങനെ ലീഫിൽ കൂടെയൊക്കെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനെ വളർത്തുന്നവർക്ക് ഇങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ലീഫ് പ്ലാന്റിന് ഇഷ്ടപ്പെടുന്നവർ ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയായിട്ടും നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഈ കാണിച്ചു തന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇനിയുണ്ടല്ലോ ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി ടിപ്സുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുമാത്രമല്ല നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഒത്തിരി ഉപകാരമുള്ള വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.